എന്തിനാണോ ശക്തി? ചട്ടി കളിക്കാൻ പോകണ്ട. എന്റെ ഫോണില് ഗെയിം ഉണ്ട്. ക്ലോസിയും അതും തമ്മിൽ അടിയാൻ തോന്നുമല്ലോ. എല്ലാവർക്കും ഇന്നത്തെ വീട്ടിലേക്ക് സ്വാഗതം. എൻ്റെ വീട്ടിലാണ്. മൂത്തൻ്റെ മക്കളെ ഭാര്യമാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ പിന്നെ വീഡിയോയിൽ. അവർ വന്നിട്ട് കുറച്ച് സമയമായി. അവർ വന്നിട്ട് ചായ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതാ ചോറ് തിന്നുവാണ്. ഇന്നത്തെ സ്പെഷ്യൽ പറയുന്നത് സാമ്പാർ, ഇഞ്ചിക്കറി, കോവക്ക വറവ്, അച്ചാർ, പപ്പടം, പിന്നെ വേറെ ഒന്നും ഇല്ലയെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാം കേട്ടോ. ആദിയും ദേവയും കളിക്കുവാണ്. പ്രമിത്താട്ടൻ്റെ മോനാണ് ആദി. മൂത്തൻ്റെ മോളല്ലേ? മൂത്തൻ്റെ മോളെ വീഡിയോ എടുക്കണ്ടേ? അല്ലേ നല്ല ഏട്ടൻ നോക്കിയാട്ടെ. ഉറപ്പാണോ? എന്നാ മൂത്തക്ക് വേണ്ടെന്നതാ. ബാ ഒരു ഉമ്മ തരുവോ? മൂത്തൻ്റെ ആപ്പിൾ ഫോണാണേ. ഇന്ന് വർക്കിലാണ്. ഇന്ന് മുടിയെല്ലാം അയച്ചിട്ട് ഇത് ശനിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ചിന്നുവിന് വർക്കുണ്ട്. അവൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ നേരെ കിച്ചണിൽ പോയി. അപ്പോൾ കിച്ചണിൽ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. സേമിയ പായസം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ കാണുന്നത് ഏലക്കാപ്പൊടിയാണ്. അത് ഇട്ട് ഇളക്കിയിട്ടില്ല. പായസം കുറച്ച് കട്ടയായതുകൊണ്ട് പാലൊഴിച്ചാലൊന്ന് പറയുന്നുണ്ടായിരുന്നു. എണ്ണിച്ചിതാ പണി എടുക്കുകയാണ് കേട്ടോ. ഇത് നമ്മൾ വീട് പിടിച്ചാണ് ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയത്. എൻ്റെ വീട്ടിൻ്റെ മുകളിലാണ്. ഇത് മൊത്തവും കാടാണ്. ഇവിടെ കാണുന്ന ഈ വീടുകളൊക്കെ ഇപ്പോൾ വന്നതാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ കൂടിയതിന് ശേഷം വന്നതാണ്. റീലെടുക്കാനും ഫോട്ടോ എടുക്കാനും ദേവമോള് നിന്നിട്ടില്ല. ദേവമോൾക്ക് പനിയായിരുന്നു കേട്ടോ. എന്നിട്ട് മിംസിൽ പോയി കാണിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വന്നതാണ്. എന്നിട്ട് ഇത് അവൾ പോവാണ്. ഇപ്പോൾ പനി കുറച്ച് മാറിയപ്പോഴാണ് ഇങ്ങനെ ഓടിച്ചാടി കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായത്. അവിടെ അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞതായിരുന്നു. പിന്നെ നമ്മൾ അഡ്മിറ്റ് ആക്കണില്ല എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ മരുന്ന് എഴുതി തന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് പനിയെന്ന് മനസ്സിലാവണില്ല. അതുകൊണ്ടാണ് ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ ഒന്നിൻ്റെ അകത്തും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, ഇപ്പം ഓക്കെ ആണ്. ഇത് ഇപ്പം ഞാൻ എഡിറ്റ് ആക്കുന്നത് മൺഡേ ആണ്. കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് ആദ്യക്ക് ചോറ് വാരി കൊടുക്കുവാണ്. അതുപോലെ തന്നെ ഇത് ക്ലോസിക്കും വാരി കൊടുക്കുവാണ്. ഇവിടെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നു. വീഡിയോ എടുക്കുന്നത് മൂത്തൊക്കെ അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞ്. ഇതാ എല്ലാവരും ചോറ് തിന്നുവാണ്. ഞാൻ ചോറ് എടുത്തിട്ടില്ല. വീഡിയോ എടുത്തതിന് ശേഷം ചോറ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് രാത്രിയത്തേക്ക് ഉപ്മാവാണ്, തരി ഉപ്മാവാണ് ആക്കിയത് കേട്ടോ. ഞാനും രമേശും ആദ്യം മാത്രമേ ചോറ് തിന്നുള്ളൂ. ബാക്കി എല്ലാവരും പായസം എന്ന് പറയുന്നത്. ബാക്കി എല്ലാവരും ഉപ്മാവാണ് കഴിക്കണത്. ഇതാ ഞാൻ പായസം കുടിച്ചില്ലായിരുന്നു. അപ്പോൾ പിന്നെ പായസം കുടിച്ച് എന്നിട്ട് അതിന് ശേഷം ചോറ് തിന്നാമെന്ന് വിചാരിച്ചു. പിന്നെ വീഡിയോ എടുക്കാമല്ലോ എനിക്ക്. പിന്നെ രമേശിൻ്റെ പിന്നെ പാത്രമില്ല, അതുകൊണ്ടല്ല കേട്ടോ അതിൻ്റെ അത് തിന്നാമെന്ന് വിചാരിച്ചു. അതിൽ കുറച്ച് കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിൻ്റെ അകത്ത് പെരക്കിയിട്ട് തിന്നാൻ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയില്ല. അങ്ങനെ എന്നിട്ട് ഇതാ അങ്ങനെ രാത്രിയൊക്കെ കഴിഞ്ഞ് ഇതിപ്പോൾ രാവിലെ ആയി. പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. നമ്മളൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് ഉറങ്ങാനൊക്കെ ഇച്ചിരി ലേറ്റായി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ലേറ്റ് ആയിട്ടോ എണീക്കാൻ. ഞാൻ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് അമ്മ പുട്ടും കടലക്കറിയൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ അമ്മയും അമ്മേച്ചിയും കൂടിയിട്ട് ഇതെല്ലാവരും ചായ കുടിക്കുകയാണ്. എന്നത്തെ പോലെ ഞാൻ എപ്പോഴും ലാസ്റ്റേ കുടിക്കുള്ളൂ കേട്ടോ. വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുടിക്കുള്ളൂ. ഫ്ലോസി ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ്. ഫ്ലോസിൻ്റെ ഇടയ്ക്ക് കിട്ടിയിടും, ചങ്ങലക്കിടും, പിന്നെ ഇടയ്ക്ക് അഴിച്ചിടും കേട്ടോ. ഇതാ ഞാനൊരു എന്നെ കാണിക്കണില്ല എന്ന് വെച്ചാൽ ഞാനൊരു സെൽഫായിട്ട് എടുത്താണ് കേട്ടോ. പിന്നെ ഇതാ ഫ്ലോസിക്ക് രാവിലെയും അതുപോലെ തന്നെ ഈവനിങ് മാഗിയാണ് കേട്ടോ കഴിക്കുക. ഞാൻ മെലിഞ്ഞു പോയി അല്ലേ? മെലിഞ്ഞിട്ടാ
പഠിക്കണം. നമ്മുടെ മാങ്ങയിനകത്ത് മുളക് തേച്ചിട്ട് തിന്നു. ആ അതെ അല്ലേ, ഉപ്പും മുളകും. അതെ, അതിൻ്റെ തൊട്ടപ്പുറത്ത് ഉപ്പിലിട്ട മാങ്ങയും കൂടി ഉണ്ട്. പച്ച മാങ്ങയാന്ന് അത് എനിക്കറിയാം, എനിക്ക് ഞാൻ തിന്നാറുണ്ടായിരുന്നു. അപ്പം ഞാൻ തിന്നോ, വേഗം തിന്നു. ഇത് അരുമിച്ച് ഇവിടെ പണി തിരക്കില്ലാട്ടാ. ചിരട്ടേന്ന്. ആ അതെ അതെ, ചിരട്ടേന്ന് അടന്നു പോയ തേങ്ങ. തേങ്ങ പൊട്ടിക്കുന്ന സമയത്ത്, അതായത് ഉടക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ഇത് പെട്ടെന്ന് ചിരട്ടയിൽ നിന്ന് വിട്ടുവരും. അങ്ങനെയുള്ളവയ്ക്ക് പെട്ടെന്ന് ഇതേപോലെ ട്രിക്ക് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ ഫ്ലോസി ഇവിടെ ഉറങ്ങുകയാണേ. നിശ്ചിത ആദ്യക്കുട്ടൻ ഇവിടെ നിൽക്കുന്നുണ്ട്, അമ്മേനെ നോക്കി നിൽക്കുന്നുണ്ട്. ആദ്യക്ക് ബോറടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേവ ഉണ്ടെങ്കിൽ ദേവൻ്റെ ഒന്നിച്ച് കളിക്കായിരുന്നല്ലോ. പിന്നെ ഇതാ അമ്മ ഇതാ കറി വെക്കേണ്ട പരിപാടി നോക്കുകയാണേ. അടുപ്പിലാണ്, എന്നത്തെയും പോലെ നമ്മൾ അടുപ്പിലാണ് കറി വെക്കുന്നത് കേട്ടോ. അമ്മയ്ക്ക് ഇങ്ങനെ അടുപ്പിൽ വെച്ച് വെക്കുന്ന കറിയാണ് ഇഷ്ടം. ചോറും കറിയും നമ്മൾ മീൻ കറിയാണ് കേട്ടോ അടുപ്പിൽ വെക്കുക, അല്ലെങ്കിൽ വെജിറ്റബിൾ കറിയാണെങ്കിൽ നമ്മൾ കുക്കറിൽ അങ്ങനെ വെക്കും കേട്ടോ. ഇന്ന് മീൻ കിട്ടിയത് അയിലാണ്. അയില മുറിച്ചത് ഞാനാണ് കേട്ടോ. അയില മുറിച്ച് വെച്ചിട്ടാണ് ഞാൻ കുളിക്കാൻ പോയത്. ഞാൻ കുളിച്ച് വരുമ്പോഴത്തേക്ക് പിന്നെ ഇതായി എല്ലാവരും കൂടിയിട്ട് കിച്ചണിൽ ഇങ്ങനെ എല്ലാവരും പണിത്തിരക്കിലായിരുന്നു. പിന്നെ പിന്നെ കാബേജ് വറവും ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. കാബേജ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ചെറുതായിട്ട് ഈ വറവിനുള്ള ഇതിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അരിയാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എല്ലാ വീഡിയോസൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ റിമ്മിച്ചും അതുപോലെ തന്നെ മാങ്ങ ചെത്തുന്നുണ്ടേ തിന്നാൻ വേണ്ടിയിട്ട്. ഇതേപോലെ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് തിന്നാൻ വേണ്ടിയിട്ട്. ഇത് പ്രേമമൂത്ത കൊണ്ടുവന്നതാണ് കേട്ടോ. ഉപ്പിലിട്ട മാങ്ങ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇവിടെ മാങ്ങയും ചക്കയൊന്നുമില്ല കേട്ടോ, പ്ലാവ് എന്ന് പറയുന്നതാ. പിന്നെ ഇതാ കൂട്ടുകറി ഉണ്ടാക്കുന്നുണ്ട്. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ കൂട്ടുകറി ഉണ്ടാക്കുന്നുണ്ട്. ചേന ഇട്ടിട്ടില്ല കേട്ടോ, ചേന ഉണ്ടായിരുന്നില്ല. ചേന ഇല്ലാത്ത കൂട്ടുകറിയാണ് കേട്ടോ. പക്ഷേ ഇങ്ങനെ നല്ല രസം ഉണ്ടായിരുന്നു. ചേന ഇല്ലാതെയും കുഴപ്പമില്ല ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇതാ നമ്മൾ ആർക്കാണ് ശക്തി നോക്കുന്നത്. കൈവിട്ട് പോയി. എന്തിനാണോ ശക്തി ഉണ്ടച്ചിക്കാണ് ശക്തി. ഇതൊക്കെ വ്ളോഗായിട്ട് തന്നെ എടുത്തതായിരുന്നു. പക്ഷേ ഇത് കുറച്ചൊരു അവാർഡ് പടം പോലെ, അല്ലെങ്കിൽ എന്താ പറയുക ഭയങ്കര സ്ലോ ആയിട്ടാണ് സംസാരിക്കേണ്ടിട്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ വോയിസ് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ കൂട്ടുകറി ഉണ്ട്. ഇത് കണ്ട ആ കാബേജ് വറവാണ്, കുറച്ച് ചെറുതായിട്ട് അരിച്ചിട്ട് കാണാൻ നല്ല രസമില്ല. പിന്നെ പച്ചടി ഉണ്ട്, നമ്മുടെ ഇന്നലെ ഉണ്ടാക്കിയതാ. പിന്നെ ഇതാ നമ്മുടെ മീൻ കറി, അയിലക്കറി. ചോറൊക്കെ എല്ലാവരും കഴിച്ച് പകുതി ആകുമ്പോഴാട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ അയില ഫ്രൈ ഉണ്ട്. പിന്നെ പപ്പടം ഉണ്ട്. പിന്നെ ഇതാ എല്ലാവരും ഇത് കഴിക്കുന്ന വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. ചോറ് കഴിക്കാൻ തന്നെ 3 മണിയൊക്കെ ആയിരുന്നു. ചോറ് കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ പ്രിമിതാട്ടനും പ്രചോദാട്ടനും ഇവരെ കൂട്ടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ വ്ളോഗായിട്ട് തന്നെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അതെന്താ കട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൻ്റെ മുന്നിൽ മടപ്പുരമാണ്. അവിടെ ഒരു 5 മണി തൊട്ടിട്ട് 6 മണി വരെ ഇങ്ങനെ ഭക്തിഗാനം മുത്തപ്പൻ്റെ സോങ്ങൊക്കെ വെക്കുക. അപ്പോൾ അത് കാരണം കോപ്പിറൈറ്റ് വരണ്ട. അത് ഭയങ്കരമായിട്ട് നല്ല സൗണ്ടല്ലേ, അപ്പോൾ വീട്ടിൻ്റെ അടുത്തായതുകൊണ്ട് ഭയങ്കരമായിട്ട് കേൾക്കുന്നത്.
അതുകൊണ്ടാണ് കേട്ടോ അത് കട്ട് ചെയ്തത്, ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്തത്. എന്നാലും ചെറുതൊക്കെ ചിലയിടത്തൊക്കെ ഞാൻ സ്പീഡാക്കിയിട്ടൊക്കെ ആഡാക്കിയിട്ടുണ്ട്. കോപ്പറേറ്റ് വരുമോ എന്ന് അറിയത്തില്ല. കുറച്ച് സ്പീഡാക്കിയിട്ടൊക്കെ ആഡാക്കി കഴിഞ്ഞാൽ കോപ്പറേറ്റ് വരില്ല, കോപ്പറേറ്റ് ഇഷ്യൂസ് വരില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഒരു വലിയ ഗ്ലാസ് വലിയ ഗ്ലാസ് ഉണ്ടതാ. അതെ അതെ എന്റെ താഴത്ത് കണ്ടേ ഞാൻ ഓർത്ത് ഓർത്തു മേലെ കാണുന്നില്ല ഞാൻ വരുന്നില്ല. അങ്ങനെ അടിച്ചിട്ട് തരും. അല്ല അടിച്ചാൽ എനിക്ക് തരേണ്ട പൈസയുള്ളൂ. ഒരു പ്രാവശ്യം അടിച്ചാൽ എനിക്ക് തരേണ്ട പൈസയുള്ളൂ. എടുത്തെടുത്തിട്ട് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. ഗെയിം 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 രാത്രി ചട്ടി കളിക്കാൻ പോകണമെന്ന് പറഞ്ഞു. ചട്ടി കളിക്കാൻ പോകണ്ട, എന്റെ ഫോണില് ഗെയിം ഉണ്ട്, അതിന് ചേട്ടൻ പൈസ കിട്ടോ. ഫോണിൽ പൈസ ഉണ്ട്, അത് ഞാൻ എടുത്തു തരാം. ചേട്ടൻ അത് തിരിച്ചു തന്നാ മതി. അങ്ങനെയാണ് തുടങ്ങിയത്. ഞാൻ വെക്കലും ബന്ധിന് കണക്ക് പറയുന്നത്. എന്റെ പൈസ പോയി, ഒന്നും കിട്ടിയിട്ടില്ല. പോയി അതന്നെ പൈസ ഇരിക്കാൻ പോരെ. എന്റെ ഫോണിലിടാതെ പറയുന്നത് എനിക്ക് കൈ തന്നാ എന്റെ പൈസ ഇല്ലേ എനിക്ക് പൈസ തന്നാ മതി. ആ പൈസ ഫോണുണ്ട്, അത് പൈസ ഇട്ട് കളിച്ചാ പോരെ. വന്നിട്ടാകുമ്പോ അപ്പോഴേ ഫോണിലേക്ക് എടുത്തു തരും. വന്നിട്ടാ അല്ല പറയുന്നത് ഒരേ കുത്ത് വട്ടി കുത്താൻ പോലെ ഒരേ കുത്ത്. ഞാൻ പൈസ ഇടും, അതിന്റെ മോളിൽ ഇടുന്നതിന് കുഴപ്പമില്ലല്ലോ. എടപ്പറ നീ പറ്റിക്കുന്നത് നീ ആദ്യം കുത്തി ഇട്ടു. എത്ര പൈസ പഠിക്കിടായിരുന്നു ഇത്ര മോളിടാം. അന്ന ഫുള്ള് ചെക്കപ്പ ഫുള്ള് എതുങ്ങൊന്നും കഴിയില്ല. ഒന്നും കഴിയില്ലോ. പ്രചോദാട്ടൻ ഒരു ഗെയിം കളിച്ചിട്ട് പൈസ ആക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെയാണ് പറഞ്ഞത്. എനിക്കറിയില്ല, പ്രചോദാട്ടന് പൈസ ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. 100 രൂപ ഇട്ടിട്ട് കളിക്കാൻ തുടങ്ങിയതാ. പ്രചോദാട്ടൻ പണി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഗെയിം കളിക്കാനായിരിക്കും കേട്ടോ. എന്നിട്ട് അങ്ങനെ അത്യാവശ്യം പൈസ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഗെയിം കളിച്ചിട്ട്. ഏത് വെറുതെ ശരിക്കും ആരുടെ ശരിക്കുണ്ട് വ്യൂസ് ഉണ്ട്. എല്ലാവിധ കുളിച്ച് റെഡി ആവാനൊക്കെ നോക്കുകയാണ് കേട്ടോ. എന്താ പറയുന്ന പ്രചോദാട്ടൻ ഒരു യൂട്യൂബ് ചാനലുണ്ട്, അതിന്റെ ആ ചിക്കൻ കറി രമ്യച്ച് ഉണ്ടാക്കിയ ചിക്കൻ കറി അല്ലേ. അതിൻ്റെ അകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് വേറെ എന്താന്ന് ഒന്നും പറയുന്നില്ല. അന്ന് ഞാൻ വണ്ടി എടുക്കാം. എനിക്ക് ആ വണ്ടി എടുത്തിട്ട് ഇങ്ങോട്ട് ബൈക്ക്. എനിക്ക് കാറ് തന്നാ മതി, ബൈക്ക് വേണ്ട അല്ലേ രമ്യച്ചി? കാറ് ഞാൻ പഠിച്ചിട്ട് തരാം, തിരിച്ചു തരാം അല്ലേ? ഞാൻ എടുക്കുമ്പല്ലേ അതാണ്. അതുകൊണ്ടാ ചിന്ന വാഗ്നർ വാങ്ങിച്ചത് നിജാട്ടെ. ഞാൻ മെലിഞ്ഞോ ഇല്ലേ? മെലിഞ്ഞില്ലേ?
എല്ലാരും കെട്ടുമുണ്ടെല്ലാം എടുത്തിട്ട് പോകുന്ന കുറേ ദിവസം നിന്നിട്ട് പോകുന്ന പോലെയൊക്കെ തോന്നി പോകുന്ന കാണുമ്പോൾ അതാ പറഞ്ഞിട്ടാ. നേരെ ഇതാ എല്ലാവരും കാറിൻ്റെ അടുത്തേക്ക് പോവുകയാണേ. കാറ് വീട്ടിൻ്റെ അങ്ങോട്ട് മുറ്റത്തൊക്കെ ഇറക്കിയിട്ടുണ്ട്. എന്നിട്ടിതാ എല്ലാവരും പോവാണ്. വീടൊക്കെ ഉറങ്ങിയ പോലെ ഉണ്ട്. നാട്ടിലേക്ക് പോകുന്നേ ഈശ്വര ഫ്ലോസിയും അതും തമ്മിൽ അടിയാൻ തോന്നുന്നല്ലോ. മിനിയും ഫ്ലോസിയും തമ്മിൽ അടിയാന്ന്. അതെയാ ഫ്ലോസി സീറ്റിലിരുന്നിട്ടാണ്. അതാണ് ആ ഫ്ലോസിയും സീറ്റ് കയറി ഇരുന്നിട്ടുണ്ട്. നടക്കട്ടെ. അയ്യോ നല്ലോണായി. നമ്മളെല്ലാം ബുക്ക് ചെയ്ത് വെച്ചിനെ. അത് സീറ്റിൽ തന്നെ ഇരുന്നിട്ടില്ല. ഇതാ അവരൊക്കെ പോയി. എല്ലാവരും പോയപ്പോൾ നമ്മൾ മാത്രമായി ഒരു സൈലൻ്റ് ആയ പോലെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.